അമ്മച്ചി അമ്മച്ചി നിന്റെ അമ്മച്ചി 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 എന്ത് പറ്റിയ അമ്മച്ച? ഒരു നേരം കഞ്ഞിവെള്ളം തന്നോണ്ടിരുന്നവള് ചത്തു പോയടാ പോലെ. അയ്യോ അമ്മച്ചി, അവളല്ലടാ ചത്തത്, നമ്മളെ വീട്ടിലെ പശുവാ ചത്തത്. ഇതിനാണ് ഇത്രയും ബലം ഉണ്ടാക്കിയത്. അപ്പച്ച അമ്മച്ചി എനിക്ക് ജോലി കിട്ടി. കിട്ടി ആ മോട്ടോർ കമ്പനിയിൽ. പിന്നെ നാളെ ജോലിക്ക് പ്രവേശിക്കാനുള്ള കാര്യവും കിട്ടി. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയായി. എന്നാ കിട്ടിയ മക്കളെ? എനിക്ക് ടൈപ്പിസ്റ്റും ക്ലാർക്കും എല്ലാം ഞാൻ തന്നെ പച്ച 250 രൂപ ശമ്പളം. പിന്നെ അലവൻസ് ഒക്കെ പിറകെ കിട്ടിക്കൊള്ളും. എന്റെ കർത്താവേ, നേര് പറയടാ മോനെ, ജോലി കിട്ടിയോ? കിട്ടിയമ്മച്ചി. പിന്നെന്താ നിന്റെ മുഖത്തിലൊരു വെളിച്ചമില്ലാത്തത്? അത് ജോലി കിട്ടാൻ പോകുന്ന കാര്യവും അതിന്റെ നിലപാടും ഒക്കെ ആലോചിക്കുമ്പോ ഒരു നീ വിചാരിച്ചിരിക്കാത്ത ഭാഗ്യം കിട്ടുമ്പം ആർക്കും തോന്നും ഈ മാനസിക വൈക്ലഭ്യം. ഇതെന്താ ചേട്ടാ? ഇത് എന്റെ SSLC സർട്ടിഫിക്കറ്റ്. അതും സർട്ടിഫിക്കറ്റാ. അപ്പൊ എത്ര സർട്ടിഫിക്കറ്റാ? അത് വേറെ എന്താണ്? ജോലി കിട്ടിയില്ല, അതിന് മുമ്പേ പൊങ്ങത്തം കണ്ടില്ലേ? എടീ, അവൻ വെയിലത്തെ അരഞ്ഞിരിഞ്ഞു വന്നിരിക്കുക. അപ്പൊ നീ അവന്റെ ഒരു തള്ള പോലെ ചാടി വീണ് കിഴിച്ചു ചോദിച്ചാലോ? പിന്നെ ഇല്ലാവില്ലായ്മ പറയരുത് കേട്ടോ. ഇത് ഞാൻ വെളിയെ പോയി തരുമ്പോ ഇത് ഞാൻ എവിടെയെങ്കിലും ഞാൻ തപ്പിയിട്ടുണ്ടോ? നമുക്ക് വയസ്സായി, വേലയുമില്ല, തപ്പി നോക്കിയാൽ ഒന്നുമില്ല. നിനക്ക് അറിയാം, അതുകൊണ്ടാണ് നീ തപ്പി നോക്കാത്തല്ലാത്ത നിന്റെ ഗുണം കൊണ്ടും വില കെട്ടി പൊക്കി നോക്കിയില്ലേ മറിയിക്കാത്ത. 3000 രൂപ. എന്റെ മാതാവേ, നിന്റെ കരുണയാണ് എനിക്ക് രൂപ കാണിച്ചു തന്നത്. ഒന്നുമില്ല, ഞാൻ ഒരു സ്വപ്നം കണ്ടതാ. ആ മോട്ടോർ കമ്പനിയിലെ പിരിവേ ഒരു ദിവസം 3000 രൂപയാ. നീ വല്ലതും ഉറയ്ക്കോ. മക്കളെ, ഇത്രയും വില കൂടിയ സിൽക്കിന്റെ ചുപ്പൊക്കെ വാങ്ങിച്ചാണ്. അപ്പനും അപ്പയും എങ്ങനെ ഇരിക്കുന്നു? മകള, ഇപ്പൊ അപ്പച്ചനെ കണ്ട പഴയ ഇളവുങ്കൽ തോമസ് ഭാഗവതർ. പിള്ളേരെ മുമ്പിൽ വെച്ചാണ് കുന്ത്രാണ്ടോ കാണുന്നത്. ഞാനേ അറിയാതെ പഴയ കാലം ഒന്ന് ഓർമ്മിച്ചു. ഞാൻ രാജാപ്പാട്ടും ആ ഇളവുങ്കൽ തോമസ് ഭാഗവതരൊക്കെ ഞാൻ അഹോപ്രദം കാണിച്ചുകൂടി. എന്റെ മോൻ ആദ്യമായിട്ട് ശമ്പളം കെട്ടി രൂപ അവന്റെ അപ്പനും അമ്മയ്ക്കും പെങ്ങൾക്കും തുണിയും മണിയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അതൊക്കെ കാണിക്കൂടി. നമ്മുടെ കഷ്ടപ്പാടെല്ലാം മാറും അപ്പച്ച. എല്ലാ അപ്പച്ചന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കും. അന്തിത്തിരി കത്തിച്ചാലേ ഒരു തുള്ളി മണ്ണെണ്ണ കടം ചോദിച്ചിട്ട് തരാത്തോടുണ്ടല്ലോ. ഇപ്പൊ വീട്ടിലോട്ട് കയറുമെന്ന് പറയാ. ആശാലെ എത്ര രൂപയ്ക്ക് വേണമെങ്കിലും കടം വാങ്ങിച്ചുണ്ടാട്ടെ, ഇഷ്ടമുള്ളപ്പോ തന്നാ മതിയുള്ളൂ. അത് എന്റെ മോനെ നല്ല ശമ്പളമുള്ള ജോലിയാണെന്ന് എല്ലാവരും അറിഞ്ഞു. അതാ ഓരോരുത്തന്മാര് പിന്നാലെ നടക്കുന്നത്. മോനെ അങ്ങനത്തെ ഒരു പശുവിനെ മേടിച്ചല്ലേ മോനെ? ഇതിന് പശുവിനെ വേണ്ടി കുതിര വാങ്ങിച്ചോ? മോനെ ഞാൻ ചോദിച്ചോട്ടെ, നിനക്ക് ഈ വെസ്റ്റ് വാച്ച്, ഈ കളസും ഒക്കെ വാങ്ങിക്കാൻ ഒരുപാട് രൂപയായി കാണുമല്ലോ. അഡ്വാൻസ് കിട്ടിയത് അപ്പച്ച. ഇതാ ബാക്കി 250 രൂപ. അപ്പൊ 500 രൂപ ശമ്പളം ചേട്ടനെ? അത് ആദ്യമായതുകൊണ്ട് കുറച്ച് കൂടുതൽ രൂപ എനിക്ക് അഡ്വാൻസ് ആയി കിട്ടി. ഇനി എന്റെ മോനെ ഒന്ന് കല്യാണം കഴിക്കണം കേട്ടോ. ഞാൻ പറയാം, എന്റെ മോന് സ്ത്രീധനമായിട്ട് 10000 രൂപ എന്റെ കയ്യിലോട്ട് വന്നില്ലെങ്കിൽ അവനെ കിട്ടത്തില്ല. അതിലോട്ട് വെള്ളം വാങ്ങിയാല് അതിന് 5000 രൂപ കൊടുത്ത് എന്റെ മോളെ കെട്ടി. അത് ഞാൻ തീരുമാനിച്ച് ഉറച്ചു കഴിഞ്ഞു. ഇനി പൗലോസ് മോൻ വന്ന് പെണ്ണിനെ ഒന്ന് കണ്ടേച്ചാ മതി. അവൻ പറയുന്നത് പോലെയൊക്കെ ആലോചിച്ച് രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ. എന്നാ മോൻ പൗലോസ് വന്ന് പെണ്ണൊന്ന് കണ്ടാട്ടെ. ഏത് സൈസ് പെണ്ണ് വേണേലും കച്ചി തിരിച്ച് എലിയ സർവേ നമ്പർ ഉൾപ്പെടെ പുതുക്കിയ ലിസ്റ്റ് ഇപ്പൊ എന്റെ കയ്യിലും ഇപ്പൊ എടുക്കണ്ട. മോനെ കാറ്റുള്ളൂ പോയി തൂറ്റാനും നീച്ചൽ ആ കാര്യങ്ങൾ. ആ ശരി, എന്നാൽ ഓണാപ്പി വന്നാട്ടെ, നമുക്ക് അങ്ങോട്ട് പോയി ആലോചിക്കാം.
ഈ പെണ്ണിന്റെ തക്കും തലമൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന എന്റെ വിശദാംശങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മുമ്പ് ചോദിച്ച് മനസ്സിലാക്കാൻ നാണിച്ചിട്ടാ അവൻ അയാളെ വിളിച്ചോണ്ട് പോയി. ഏതായാലും എനിക്കിന്ന് വരാൻ സാധ്യമല്ല. ഞാൻ അത്യാവശ്യമായ സ്ഥലം വരെ പോവുകയാണ്. കല്യാണത്തിനേക്കാളും വലിയൊരു മഹാകാര്യം വേറെ എന്തുവാ? അത് എന്റെ ഒരു സ്നേഹിതന് ഒരു അക്കിടി പറ്റിയിരിക്കുകയാണ്. കാര്യം എന്നാന്ന് വെച്ചാ പറ, ഞാനതൊരു വഴി ഉണ്ടാക്കാം. ലഭിച്ചേട്ടാ, അവന് കുറച്ച് രൂപ കളഞ്ഞു കിട്ടി. അതുകൊണ്ട് അവൻ ഉദ്യോഗം ഉണ്ടാക്കി. അപ്പോഴാണ് അറിയുന്നത് അത് ആരുടെ കളഞ്ഞു പോയ മുതലാണെന്ന്. അതവന്റെ യോഗം. ഉടമസ്ഥൻ ആരാണെന്ന് അറിഞ്ഞിട്ടും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പാവമല്ലേ? നീ പോടാ കൊച്ചനെ, ഈ കാലത്ത് അതൊന്നും നോക്കരുത്. നീ മോട്ടിച്ചതല്ലോ. ഇല്ല, സത്യമായിട്ടും കളഞ്ഞു കിട്ടിയതാ. അല്ല, നിനക്കോ നിന്റെ കൂട്ടുകാരനോ? കൂട്ടുകാരന്. അവന് ഒരേ വിഷമം, എന്തെങ്കിലും വഴി പറഞ്ഞു കൊടുക്കണമെന്ന് അവന് ഒരേ നിർബന്ധം. അപ്പേ ഒരു കാര്യം, ആ കൊച്ചൻ കെട്ടിയവനാണോ? ഇല്ല. എന്നാല് അവനെ കൊണ്ടൊരു കല്യാണം ആലോചിപ്പിച്ച് ആ സ്ത്രീധനം എന്നോട് മേടിച്ചേച്ച് ആ തുക അങ്ങ് തിരിച്ചു കൊടുത്തേക്കണം. കൊള്ളാം. എന്നാൽ ഞാൻ ഇന്ന് തന്നെ അവിടെ പോയി അവനെ കണ്ട് ചേട്ടൻ പറഞ്ഞ ഈ കാര്യം അവനോട് പറയാം. എന്താ? ശരി. അപ്പോഴേ ഒരു കാര്യം ചോദിക്കട്ടെ, എവിടെയായി കിങ്ങിണിപ്പാറ? അത് കുറച്ച് ദൂരെയാ. കിങ്ങിണിയാറ്റിന്റെ തെക്കേ തലയ്ക്ക് ചെന്നിട്ട് നേരെ വടക്കോട്ട് നടന്നോ. ഞാൻ പോട്ടെ, പിന്നെ കാണാം. ലൊണപ്പിച്ചേട്ടാ, ഞാനിപ്പോ പറഞ്ഞ ഓരോന്നും അപ്പച്ചനോട് പറയരുത്. കാപ്പി കുടിക്കാം. ഇങ്ങോട്ടൊരു പശു കയറുമായിട്ട് ഓടിപ്പോയോ? കയറില്ലാതെ ഒരു പശു വിരണ്ടു വന്നു. എന്നാ കയറ് പൊട്ടിച്ചതായിരിക്കും. എങ്ങോട്ടാ പോയത്? ദാ നിൽക്കുന്നു. കളിയാക്കുന്നു. ചക്കെന്ന് പറഞ്ഞ തുക്കം ഇങ്ങോട്ട് വാപങ്ങളെ. എന്നാങ്ങളെ ഇപ്പോഴാ നിങ്ങളുടെ പശു കയറും പെട്ടിച്ചോണ്ട് ഇതിലെ ഓടിപ്പോയത്, അറിയാമോ? അയ്യോ, ഒന്ന് പിടിച്ചു തരാമോ? പുണ്യം കിട്ടും. എനിക്ക് ഓടി ഓടി വയ്യ. എടാ പശുവേ, ഞാനിതാ വരുന്നു. മര്യാദയ്ക്ക് അവിടെ നിൽക്കുക. പെങ്ങളെ വടിയതാ. പശു നിൽക്കണ അവിടെ. അയ്യോ അയ്യോ. അയ്യോ അപ്പ, ഇതാ നിങ്ങളുടെ പശു. കുട്ടുവന്നിട്ട് ചെയ്തോ? അല്ല, ആണുങ്ങളെ കണ്ടാൽ കൂട്ടുന്ന സൈസാണോ ഇത്? ഇല്ല ചേട്ടാ, പഞ്ചപാവമാ. പക്ഷെ ഒരിടങ്ങാടുണ്ടായ പിന്നെ ഇങ്ങനെ ഒരേ ഓട്ടമാ. പ്രായം അതല്ലയോ, അതുകൊണ്ടാ. നല്ല കൊഴുത്ത് തടിച്ച പശു. പെറ്റതാന്നോ? കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? ഈ സൈസ് പശുക്കളെ കണ്ടതുകൊണ്ട് മാത്രം ഒന്നും പറയാൻ പറ്റൂല. ആള് മോശമല്ലല്ലോ. എടി കണ്ണമ്മ, മോള് നേരെ വീട്ടിലേക്ക് വെക്കോ കേട്ടോ. വേഗം പോ. ചേട്ടൻ എവിടുന്ന് വരുന്നു? ഞാനിപ്പം തെക്കുന്ന് വരിക. പേരെന്താ? ലീനാമ്മ. ചേട്ടന്റെ പേര്? പൗലൂസ്. ലീനാമ്മയുടെ വീടെവിടെയാ? ഇവിടെ അടുത്താ, പണിക്കരയത്ത്. പണിക്കരയത്ത് റപ്പേൽ? എന്റെ അപ്പനാ.
അപ്പൻ എന്താ ജോലി? തോട്ടത്തിൽ കൂലിപ്പണി. അപ്പനുണ്ടോ വീട്ടില്? എനിക്കൊന്ന് കാണണം. വേണ്ട ചേട്ടാ, അപ്പനെ കാണണ്ട. അപ്പൻ എപ്പോഴും കുടിയാ. ഒരു ലക്കുമില്ലാതെ വരുന്നവരൊക്കെ ചീത്ത പറയും. ഓഹോ, അത്ര വലിയ കുടിയനാണ്. നല്ല സ്വഭാവമായിരുന്നു അപ്പന്. ആ പണം പോയതിനു ശേഷമാ അപ്പൻ ഇങ്ങനെ കുടിക്കാൻ തുടങ്ങിയത്. ഞാനും അമ്മച്ചി എന്തോ പറഞ്ഞാലും ഞങ്ങളെ തല്ലും. കരയാതിരിക്കൂ ലീനാമ്മേ. മനസ്സിന്റെ വിഷമം കൊണ്ടായിരിക്കും അപ്പൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചേട്ടൻ എന്തിനാ അപ്പനെ കാണാൻ വരുന്നത്? അതൊക്കെ ഒരു രഹസ്യമാണ്. ലീനാമ്മയ്ക്ക് കല്യാണമായോ? കല്യാണ ചെലവിന് വസ്തു വിറ്റുവെച്ചിരുന്ന പണമായിരുന്നു ചേട്ടാ. അത് ആരോ ദ്രോഹികളത് കൊണ്ടുപോയി. അതോടെ എന്റെ കല്യാണം നിന്നുപോയി. അത് പോയെങ്കിൽ പോട്ടെ, വേറൊരു കല്യാണം ആകാമല്ലോ. ഇനി എന്നെ കെട്ടാൻ ആരെങ്കിലും വരുമോ ചേട്ടാ? ഞാനൊരു എരണദോഷയാണെന്നാണ് അപ്പം പറയുന്നത്. ലീനാമ്മയെ പോലുള്ള സുന്ദരി പെണ്ണുങ്ങളെ വെളിയിൽ കണ്ടാൽ ആണുങ്ങൾ റാഞ്ചി എടുത്തോണ്ട് പോയില്ലേ? ചേട്ടന്റെ കെട്ടിയവരും പിള്ളേരും ഒക്കെ എവിടെയാ? ഞാനും ലീനാമ്മയെ പോലെ കല്യാണത്തിന്റെ നടവരമ്പിലൂടെ അങ്ങനെ നടന്നു തുടങ്ങിയതേ ഉള്ളൂ. ഇതാണ് കുറുക്കുവഴി. എത്ര മനോഹരമായ സ്ഥലം. ഇവിടെ ആരുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രം. എനിക്ക് ലീനോട് എന്തൊക്കെയോ പറയണമെന്ന് തോന്നുന്നു. പിന്നെ എന്തിനാണ് മേടിക്കുന്നത്? പറയണം. ലീന, ഉം. വരൂ, നമുക്കത് അവിടെ ഇരിക്കാം. ഇരിക്കൂ. എന്താ സൂക്ഷിച്ചു നോക്കുന്നത്? കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീരുന്നില്ല. ചേട്ടൻ എന്താ പറയാൻ വന്നത്? കാട്ടിൽ വെച്ച് ശകുന്തളയെ കണ്ട് മോഹിച്ച ദുഷ്യന്തനെ പോലെയാണ് ഞാൻ. ആരാ ചേട്ടാ ആ ശകുന്തള ചേർത്തി? ക്രിസ്ത്യാനിയാണോ? ഒരാശ്രമ കന്യ, ലീനയെ പോലെ മനം മയക്കുന്ന ഒരു മാലാഖ. ശകുന്തള ചേട്ടത്തിയെ ദുഷ്യന്തൻ ചായൻ എന്നാ ചെയ്തു? ദുഷ്യന്തൻ കാട്ടിൽ വേട്ടയ്ക്ക് വന്നു. ശകുന്തളയെ കണ്ടു, ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും സ്നേഹിച്ചു. അവിടെ അപ്പൻ മൂക്കുമുട്ട കുടിച്ചേച്ചു വന്ന് ദുഷ്യന്തന ചായനെ പൊതിരെ തല്ലി കാണൂലേ? ഇല്ല, വിവരമറിഞ്ഞ കണ്ണു മഹർഷി അവരുടെ വിവാഹത്തിന് സമ്മതിച്ചു. ലീനയാണ് ആ ശകുന്തള. വരാനാ പറഞ്ഞത്? ഞാൻ ചുമ്മാ ഇതിലേ പോയതാണ്. അപ്പോൾ ലീനാമ്മ ഓടി, പശു ഓടി, ഞാനും ഓടി, എല്ലാരും ഓടി നമ്മളെല്ലാരും. പെണ്ണിനെ കയറി പിടിക്കാൻ വന്നിരിക്കുന്നു. വീണ്ടും ഇവിടെ എങ്ങാനും കണ്ടുപോയാൽ നിന്റെ കുടലെടുക്കില്ല. തിരിച്ചു നോക്കരുത്. ലീനാമ്മേ, നിൽക്കൂ ലീനാമ്മേ. ലീനാമ്മേ, ഈ കാര്യം അപ്പനോട് പറയരുത് ചേട്ടാ. നിനക്കിഷ്ടമില്ലാത്തൊരു കാര്യം ആരോടെങ്കിലും ഞാൻ പറയൂ. ആട്ടെ, ആരാണത്? ഇനി ആ കാര്യം ചോദിക്കല്ലേ, ഒരബദ്ധം പറ്റിപ്പോയതാ. നീ പേടിക്കണ്ട. ഇനി ആ തെമ്മാടി
ഈ കാറ്റുവാക്കിന് പോലും നടക്കത്തില്ല. പോട്ടെ ചേട്ടാ. ഇവിടെ നടന്ന സംഭവം ഒന്നും ഞാൻ പ്രപ്പേലിയത്തോട് പറയത്തില്ല കേട്ടോ. ചേട്ടന് ദൈവം നമ്പ്രാൻ അനുഗ്രഹിക്കും. ഞാൻ ആ പശുവിനെ പിടിച്ചു കേട്ടോളൂ. എന്തിനെ കെട്ടാനും ഞാനിവിടെ ഇല്ലേ. ഞാൻ പോട്ടെ ചേട്ടാ. അന്നമ്മേ, അതെ ഞാൻ തന്നെ. കല്യാണമകത്ത് പെണ്ണെ തൊടാൻ നിനക്ക് എന്ത് അവകാശം? ജീവൻ വേണമെങ്കിൽ പോയിക്കോ. മതി ചേട്ടാ, സാധനം ചത്തുപോകും. അവൻ മഹാർ അവിടെയാണ് ചേട്ടാ. ഞാൻ കാരണം എന്റെ ചേട്ടൻ തല്ലുകൊള്ളേണ്ടി വന്നല്ലോ. സാരമില്ല, ഈ അടി കാരണം നമ്മുടെ പ്രേമത്തിന്റെ അസ്ഥിവാരം, അതായത് ഫൗണ്ടേഷൻ ഒന്ന് ഉറച്ചു. എന്റെ കൂട്ടുകാരൻ ലളിത. ഞാൻ പോയിട്ട് വരാം. ചേട്ടൻ എവിടെയും പോകരുതേ. ആരാടി ആ പൂവാലൻ? അമ്പേ, ഇവളുടെ ഒരു കണ്ണും. ആണുങ്ങൾ എവിടെയുണ്ടോ അവരുടെ മുഖത്താ. നീ മിണ്ടാപ്പൂച്ചയെ പോലെ ഇരുന്നിട്ട് നല്ലൊരു സുന്ദരക്കുട്ടിനെ വളച്ചെടുത്തില്ലേ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പശുവിനെ മേടിക്കാൻ വന്നതാ. പിന്നെ നീ ഇത് വീട്ടിൽ പറയല്ലേ. ചെവിക്ക് ചെവി അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം, ഈ ആണുങ്ങളെ കളിപ്പിച്ചേച്ച് പോകാതെ സൂക്ഷിച്ചോണം. നല്ല തങ്കം പിടിച്ച മനുഷ്യന്. ഞങ്ങളുടെ കഷ്ടപ്പാട് പറഞ്ഞപ്പം ആ പാവം മനസ്സൊന്നും പോയി. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ചെയ്തില്ലല്ലോ. നീ പോടി, എന്നെ തൊട്ടതുപോലുമില്ല. പിന്നെ കണ്ണു പെണ്ണുങ്ങളെ ആണുങ്ങളെ തൊട്ടാ മതിയെന്നാ പറയുന്നത്, കുഴപ്പമുണ്ടാകാൻ. അയ്യോ, അങ്ങനെയൊന്നു എന്നെ ആ ചേട്ടൻ കെട്ടിപ്പിടിച്ചു. എന്റെ ഒടേ തമ്പുരാനെ, ഇനി വല്ലതും. അമ്പര് കള്ളേ, പോട്ടെ, സാരമില്ല. ഇനി സൂക്ഷിച്ചാ മതി. കിട്ടിയ ആളിനെ വിടരുത് കേട്ടോ. പോ. നിങ്ങളൊക്കെ വലിയ ആള്. ഞങ്ങൾ ആരും മനുഷ്യരെ കണ്ടിട്ടില്ല. ഇത്ര വലിയ അവസ്ഥയാണ്. വീട്ടിലേക്ക് വരികയും വേണ്ട, എന്നെ കാണുകയും വേണ്ട. ഒരവസ്ഥക്കാരെ. നീ ചെയ്തത് മഹാഭാവമാണെന്ന് നിനക്കൊക്കെ ബോധ്യമായി. നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി 2-3 പാവപ്പെട്ട ജീവിതങ്ങളെ നീ കണ്ണിൽ കുടിപ്പിച്ചു. നിന്റെ കുടുംബത്തിന്റെ സുഖത്തിന് വേണ്ടി മറ്റൊരു പട്ടിണി കുടുംബത്തെ നീ കുരുതി കൊടുത്തു. വേദനയുടെ തീർന്നു കഴിയുന്ന ആ മനുഷ്യാത്മാക്കളുടെ ശാപം നിന്നെ വിടുകയും പണമുടക്കി നിന്നെ പിന്തുടരും. ഈ മഹാദ്രോഹത്തിന് നീ പരിഹാരം ചെയ്യണം. ദൈവം നിന്നെ ശിക്ഷിക്കും. ദൈവം നിന്നെ ശിക്ഷിക്കും. ദൈവം നിന്നെ ശിക്ഷിക്കും.